മൂന്ന് പ്രതികൾക്കും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, വിചിത്രമായ പലതും ആ കോളേജിൽ, ക്യാമ്പസിൽ, ഹോസ്റ്റലിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അച്ഛന്റെ സംശയം. അത് ഓരോ കാര്യങ്ങളായി അദ്ദേഹം എടുത്തു പറയുകയാണ്. ഇപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് 3 പെൺകുട്ടികൾക്കും. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമ്മുവിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട 3 സഹപാഠികളെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഈ റിമാൻഡ് കാലാവധി തീർന്നു. അലീന, അഷിത, അഞ്ജന ഈ 3 സഹപാഠികൾക്കും ഇന്നലെ പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ ബോണ്ട്, ഒപ്പം തന്നെ 2 ആൾ ജാമ്യം. ഈ ഒരു നിബന്ധനയിലാണ് ജാമ്യം അവർക്ക് നൽകിയിരിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ പത്തനംതിട്ട DYSP ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്തണമെന്നും അവിടെ ഹാജരാകണമെന്നും ഒരു നിർദ്ദേശം കൂടി ഈ ഒരു ജാമ്യ വ്യവസ്ഥയിലുണ്ട്. നേരത്തെ തന്നെ അമ്മുവിന്റെ അച്ഛനും അമ്മയും പത്തനംതിട്ട DYSP ഓഫീസിലേക്ക് എത്തിയിരുന്നു. അവിടെ DYSPക്ക് അവർ വിശദമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, തങ്ങളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ആകെ നിയമത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ 3 സഹപാഠികൾ മാത്രമാണ്. പക്ഷേ അമ്മുവിന്റെ മാതാപിതാക്കൾക്ക് അതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ സംശയമുണ്ട്. അപ്പോൾ അവരെ കൂടി ചോദ്യം ചെയ്യണം, കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി പോലീസ് പക്കൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുവരെ മറ്റ് വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഹോസ്റ്റലിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മുവിന്റെ ഫോണുകളും ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അത് ഇനി വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, അമ്മു അന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണതിന് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അമ്മു തന്നെ അമ്മുവിന്റെ അമ്മയുമായി, മാതാപിതാക്കളുമായി സംസാരിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം, ഏത് സമയത്താണ് അമ്മു മാതാപിതാക്കളുമായി സംസാരിച്ചത്, ആ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഒരു ദൃക്സാക്ഷി അന്ന് പറഞ്ഞത്, ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞത്, പത്തനംതിട്ട DYSPയും ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അമ്മുവിന്റെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിരുന്നു. തനിക്കൊന്നും അറിയില്ല എന്നാണ് ആ കാഷ്വാലിറ്റി കിടക്കയിൽ കിടന്നുകൊണ്ട് അമ്മു മറുപടി നൽകിയത്. ആ സമയം തന്നെ അമ്മുവിന്റെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആരോ ഒരാൾ ആ ഫോൺ അമ്മുവിന്റെ പക്കലേക്ക് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്നാണ് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അമ്മു 2 വാചകങ്ങൾ പറഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാണ് ദൃക്സാക്ഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മാതാപിതാക്കളോട് അമ്മു പറയുന്നതിൽ നിന്നും ഒരു വിലക്ക് അവിടെ വന്നു എന്ന് നമുക്ക് ഊഹിക്കേണ്ടതുണ്ട്. ആ ഫോൺ അവിടെ നിന്നും മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അമ്മു കൂടുതലൊന്നും അമ്മുവിന് മാതാപിതാക്കളുമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇനി അന്വേഷണ പരിധിയിലേക്ക് വരേണ്ട കാര്യമുണ്ട്. പ്രധാനമായും ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ചാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. അതിൽ ലോഗ് ബുക്ക് എടുത്തത് അമ്മുവാണ് എന്നൊരു രീതിയിൽ വ്യാഖ്യാനം അവിടെ വന്നു. പിന്നീട് അത് പരിശോധന ഉൾപ്പെടെ നടന്നു. അമ്മുവിന്റെ മുറിയിൽ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അത് സ്വാഭാവികമായും അമ്മുവിന് മാനസികമായി പ്രയാസം ഉണ്ടാക്കി എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നത്. തീർച്ചയായും പ്രവീൺ, നമുക്കൊന്ന് അരുൺ സോളമനിലേക്ക് ഒന്നുകൂടി പോകാം. അരുൺ സോളമൻ, ഇവിടെ അറിയേണ്ട കാര്യം, മന്ത്രി ആർ ബിന്ദു തന്നെ സിപാസ് ഡയറക്ടർ പി ഹരികൃഷ്ണനോട് സസ്പെൻഷൻ കാര്യം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത്? അവിടെ തന്നെ ഒരു ദുരൂഹതയില്ലേ അരുൺ? തീർച്ചയായിട്ടും സുജയ, കുടുംബവും അത് തന്നെയാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഈ കുടുംബം, അമ്മുവിൻ്റെ അച്ഛനും സഹോദരനും അടക്കം തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഓഫീസിൽ വന്ന് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മന്ത്രി ഈ സിപാസിൻ്റെ ഡയറക്ടർ ഈ ഹരികൃഷ്ണനെ വിളിച്ചത്. ആ ചേംബറിൽ വിളിക്കുന്ന അവസരത്തിൽ തന്നെ ഈ കുടുംബവും ഈ ഹരികൃഷ്ണനും ഒരുമിച്ചുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന പ്രൊഫസർ N. അബ്ദുൽ സലാമിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ആർ ബിന്ദു സിപാസ് ഡയറക്ടർ ഹരികൃഷ്ണനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല. തുടർന്ന് ആർ ബിന്ദു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്ന് ട്രാൻസ്ഫറെങ്കിലും ചെയ്യണം, കൊട്ടാരക്കരയിലേക്ക് ട്രാൻസ്ഫറെങ്കിലും ചെയ്ത് ഒരു നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യം ആർ ബിന്ദു പ്രധാനമായും ഈ സിപാസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും അതിനും വഴങ്ങിയില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിക്ക്
പോലും CPAS ഡയറക്ടറിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ മന്ത്രിക്ക് പോലും ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഹരികൃഷ്ണൻ ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞതെന്നുള്ളതാണ് അച്ഛൻ സജീവ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുജയ, ഈ കൗൺസിലിംഗ് നടക്കുന്നത് 15-ാം തീയതിയാണ്. 14-ാം തീയതി അമ്മു സജീവിനെ ഈ പ്രൊഫസർ സജി വിളിച്ചിരുന്നു. ഈ ക്യാബിൽ വിളിക്കുമ്പോൾ തന്നെ അവിടെ എത്തുകയും വൈകുന്നേരം എത്തിയെങ്കിലും ഈ സജി അന്ന് നേരത്തെ പോയതുകൊണ്ട് തന്നെ ഈ അധ്യാപകനെ കാണാൻ കഴിഞ്ഞില്ല എന്നും കുടുംബത്തോട് അമ്മു സജീവ് പറഞ്ഞിരുന്നു. തുടർന്നാണ് പിറ്റേന്ന് 15-ാം തീയതി ഈ കൗൺസിലിംഗ് നടക്കുന്നത്. ഇതിനുശേഷം മാനസികമായി ഏറെ വിഷമത്തിലായിരുന്നു. ഒരുമിച്ച് കുട്ടികളുടെ ഇടയിലിരുത്തി ഒരു കൗൺസിലിംഗ് നടത്തിയതിൽ ഒരുപാട് വിഷമമുണ്ടായി. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ക്യാബിൽ അമ്മു സജീവ് പോകുന്നു. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയ 3 പേർ, ഈ അഞ്ജന, അലീന, അഷിത, ഈ 3 പേരും ഈ അമ്മു സജീവും സജിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ചെന്നു കയറുകയും വലിയൊരു തർക്കമുണ്ടായി. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി കുടുംബത്തിന് അറിയേണ്ടത്. അത് അമ്മു സജീവും മരണപ്പെടുന്ന 15-ാം തീയതി ആണെന്നുള്ളത് ഇവിടെ പ്രധാനമായും ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഈ വലിയൊരു വഴിത്തിരിവിലേക്ക് വരണമെങ്കിൽ അതിൽ സജി എന്ന് പറയുന്ന അധ്യാപകൻ്റെ മൊഴി DYSP അല്ലെങ്കിൽ ഈ പത്തനംതിട്ട പോലീസ് അന്വേഷണ സംഘം ഈ അധ്യാപകനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കണം. അന്ന് എന്താണ് കോളേജിൽ സംഭവിച്ചത്, ആ കൗൺസിലിങ്ങിന് ശേഷം ആ ചേംബറിൽ ഈ അധ്യാപകനും ഈ കുട്ടികളും തമ്മിൽ പ്രധാനമായും ഇവർ 4 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 4 പേരും തമ്മിലുള്ള സംഭാഷണം എന്താണെന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു വന്നാൽ മാത്രമാണ് അന്ന് കോളേജിൽ അമ്മുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള വലിയൊരു വെളിപ്പെടുത്തൽ ഈ സജി പറയണം. എങ്കിൽ മാത്രമേ സുജയ ഇതിൽ എന്താണ് സംഭവിച്ചത്, അമ്മു ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അങ്ങനെ ആ ഒരു നിലയിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും സുജയ, അമ്മു 1-ാം നിലയിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിന് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മുകളിൽ അന്നേ ദിവസം മുകളിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾ ഈ ഏറ്റവും 3-ാം നിലയിലെ ഏറ്റവും ഉയരമുള്ള ആ റൂഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മു സജീവ് ആത്മഹത്യ ചെയ്യുന്ന ആ അവസരത്തിൽ ഈ കുട്ടികൾ ഈ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഈ കുട്ടികൾ പോലും കണ്ടിട്ടില്ല. നിറയെ തുണികൾ അയയിൽ വിരിച്ചിരുന്നു എന്നുള്ളതാണ് 1-ാം വർഷ വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ അമ്മു ചാടിയ ശേഷം അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടിട്ടും സുജയ, സ്വാഭാവികമായും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കുട്ടികൾ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഉയരത്തിൽ നിൽക്കുന്ന കുട്ടികൾ താഴേക്കാണ് നോക്കുക. പക്ഷേ ആ കുട്ടികളുടെ മൊഴിയിലും വളരെയധികം വൈരുദ്ധ്യമുണ്ട്. ആ കുട്ടികൾ പറയുന്നത് ഇങ്ങനൊരു ശബ്ദം കേട്ടപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് അമ്മു സജീവ് താഴെ വീണ് കിടക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. അതിലും ആ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. 1-ാം വർഷ വിദ്യാർത്ഥികൾ നൽകിയ മൊഴി ഇതാണ്: അമ്മു സജീവ് മുകളിലെത്തിയതായി കണ്ടിട്ടില്ല, പക്ഷേ താഴെ വീണ ഒരു ശബ്ദം കേട്ടു. താഴെ വീണപ്പോൾ അവർ താഴെ വന്ന് നോക്കുമ്പോഴാണ് അമ്മു സജീവ് താഴെ വീണ് കിടക്കുന്നത് കണ്ടു എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴി. ഇത്തരത്തിൽ ഒട്ടനവധി മൊഴികൾ ഈ ഹോസ്റ്റൽ വാർഡൻ സുധാമണിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. സമയങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടിൽ വലിയ മൊഴികളിലൊക്കെയും വൈരുദ്ധ്യമുണ്ട്. ഇത്തരത്തിൽ വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു കേസായി ഈ കേസ് മാറുന്നു. ഇതിൽ ഏറ്റവും ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന് CPAS ഡയറക്ടറിനെ നിലയ്ക്ക് നിർത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സുജയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് പോലും വൈകിയിരിക്കുന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നു. 4-അംഗ സംഘമാണ് ആ റിപ്പോർട്ടും ആ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയത്. ആ റിപ്പോർട്ട് എവിടെയെന്ന് കുടുംബം ചോദിക്കുന്നു. 25 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. 25 ദിവസം കഴിഞ്ഞിട്ടും ഒരാഴ്ച കൊണ്ട് അന്വേഷണം നടത്തി പുറത്തു വരേണ്ട റിപ്പോർട്ട് എവിടെയാണ്? ഇങ്ങനെ ഒട്ടനവധി കുട്ടികൾ, കോട്ടയത്ത് അജാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് 3-4 മാസങ്ങളെ ആകുന്നുള്ളൂ. ആ കുട്ടിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചത് ആരോഗ്യ സർവകലാശാലയും ഇത്തരത്തിൽ അന്വേഷണം നടത്തി ഒട്ടനവധി റിപ്പോർട്ടുകൾ മുറിക്കുള്ളിൽ കുന്നുകൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു വിഷയങ്ങളിലേക്കും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സുജയ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അരുൺ സോളമനും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിൽ വരുന്ന യാഥാർത്ഥ്യം. കോളേജ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നതിൽ നടപടിയായില്ല എന്ന പരാതിയാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ കഴമ്പുണ്ട് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ആ ക്യാമ്പസിലും തുടർന്ന് അങ്ങോട്ട് ഹോസ്റ്റലിലും സംഭവിച്ചത് എന്താണ്, ആശുപത്രിയിൽ എത്തിക്കാൻ വന്ന കാലതാമസം, ആശുപത്രി മാറ്റത്തിനിടയിൽ സംഭവിച്ചത് എന്താണ്, പല കാര്യങ്ങളിൽ ദുരൂഹത അവശേഷിക്കുകയാണ് പത്തനംതിട്ടയിലെ അമ്മു സജീവിന്റെ മരണത്തിൽ.